ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റിയായ ഒരു കേക്കും കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് നമുക്ക് ഇങ്ങനെ പിച്ചി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കര ഒഴിവാക്കൊന്നും വേണ്ട, എല്ലാം കൂടെ തന്നെ നമുക്ക് എടുക്കാം. ഈ 3 മുട്ട ഇതിലേക്ക് ഒഴിച്ച് പാരാം. അതിനുശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് വരാം. അങ്ങനെ ഇതാ എല്ലാം കൂടെ ഞാനിവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് 1 കപ്പ് മൈദ എടുക്കാം. ഞാൻ ഇതുപോലത്തെ കപ്പിന് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഇത് വളരെ ചെറിയ സ്പൂണാണ്, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. അതിനുശേഷം നമുക്കിത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. 1-2 പ്രാവശ്യം അരിച്ചെടുക്കാം. അങ്ങനെ അത് 2 പ്രാവശ്യം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശായിട്ട് നമ്മുടെ ഈ അരിച്ച് വെച്ച കൂട്ടിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. അതിലേക്ക് ഒരു 2-3 തുള്ളി വാനില എസൻസും കൂടെ ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ചായപാത്രത്തിലാണ് ഞാൻ കേക്ക് തയ്യാറാക്കുന്നത്. ഞാൻ എപ്പോൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറ്. ഇതിലുണ്ടാക്കിയാൽ നന്നായി കിട്ടും. പാകത്തിനുള്ള വലുപ്പവും വട്ടവും ഒക്കെയാണ് ഈ പാത്രം. അതുകൊണ്ടാണ് എനിക്ക് ഈ പാത്രത്തിനോട് ഇത്ര ഇഷ്ടം. അപ്പോൾ അതിൽ ഞാൻ വാട്ടർ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പത്രിക്കല്ലാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഈ കല്ല് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇത് പഴയ ഒരു പത്രിക്കല്ലാണ്, നല്ലോണം കട്ടിയുള്ള കല്ലാണ്. ഇത് ഞങ്ങൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ബിരിയാണി നമുക്ക് ദമ്മിടാൻ സ്റ്റൗമ്മ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ദമ്മിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കല്ല് നല്ലോണം ചൂടായതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് നമ്മൾ ബിരിയാണി വെക്കണ ചെമ്പട്ടി ഇറക്കി വെക്കും. അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ല കല്ലാണ് ഈ കല്ല്. ഇനി നമുക്കിതിൻ്റെ മേലായിട്ട് നമ്മുടെ കേക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. നമുക്കിതൊരു 30 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കത്തിച്ച് വേവിച്ചെടുക്കുക. തീ കുറച്ചിടണം. അപ്പോൾ നല്ല തീയിലാണ് കിടക്കുന്നത്. ഇനി ഞാനിത് സിമ്മിലിടാൻ പോവുകയാണ്. നമ്മുടെ കേക്കൊന്ന് തുറന്ന് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ തന്നെ ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ വാട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല ചൂടാണ്, ഒന്ന് തണുക്കട്ടെ. അങ്ങനത്തെ മക്കളെ നമ്മുടെ നല്ല ടേസ്റ്റും അതിലേറെ സോഫ്റ്റും എല്ലാം കൂടെ ഒത്തുകൂടിയ നല്ല അടിപൊളി കേക്ക് ഇതവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3 ബ്രെഡോ 4 ബ്രെഡോ ഉണ്ടെങ്കിൽ കേക്ക് റെഡിയാക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്.